ഹായ് ഓൾ, വെൽക്കം ടു SCERT സമഗ്ര. ഇന്ന് PYQ സെക്ഷനിൽ 239/2023 ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ഖാദി ബോർഡ് LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് കേട്ടോ. ഇതിൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ജനറൽ GK ക്വസ്റ്റ്യൻസാണ് വായിക്കുന്നത്. ഓക്കെ. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായ ഡേറ്റ് എന്നാണ്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1950 ജനുവരി 25-നാണ്. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാ? രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വോട്ടർ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വോട്ടറാണ് ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാ? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ ആണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകിനെയാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകിനെയാണ്. കർണാടകയിലെ പ്രധാന ആണവോർജ നിലയം ഏതാ? കർണാടകയിലെ പ്രധാന ആണവോർജ നിലയമാണ് കൈഗ. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? കർണാടകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന പീഠഭൂമിയാണ് ഏതാ? ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി കേട്ടോ. ഓപ്ഷനിൽ മാൾവ പീഠഭൂമി ഉണ്ട്, ഉത്തര മഹാസമുദ്രം, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി. ആൻസർ ഏതാണ്? ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ കൃഷ്ണ, കാവേരി, ഗോദാവരി, താപ്തി. ഏതാ ആൻസർ വരുന്നത്? അമരാവതി കാവേരി നദിയുടെ പോഷക നദിയാണ്. അമരാവതി കാവേരി നദിയുടെ പോഷക നദിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത. ചെന്നൈ, കൊൽക്കത്ത. മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്തയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആൻസർ കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? അത് കാരക്കോറമാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാ? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരമാണ് മുംബൈയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനാണ് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഏത് വകുപ്പ്? ആർട്ടിക്കിൾ 17. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 17 കേട്ടോ. ഏതാണ്? അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് വകുപ്പാണ്? വകുപ്പ് 17 ആണ് കേട്ടോ. 17.
മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. 51A ആണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആണ് ഡാഷ്. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് ഓപ്ഷൻ വായിക്കാം പാർലമെൻറ്റ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? അത് സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം എത്ര സെക്കൻഡാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം 52 സെക്കൻഡ് കേട്ടോ. എത്രയാണ്? 52 സെക്കൻഡാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എത്രാം ഭരണഘടനാ ഭേദഗതിയാണ്? അതായത് ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. ഏത് ഭരണഘടനാ ഭേദഗതി അമെൻമെൻ്റ് ആണ്? 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭേദഗതി എത്രാമത്താണ്? 44. ഭരണഘടനാ ഭേദഗതി 44ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണം എത്രയാണ്? ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണം 24 കേട്ടോ. ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണം 24ആണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവാരാണ്? വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ. കിട്ടിയോ? ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ്, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോറാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഓപ്ഷൻ വായിക്കുക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അമേരിക്ക, ഇന്ത്യ. എവിടെ വെച്ചിട്ടാണ് ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടിക്ക് രൂപം നൽകിയത്? അമേരിക്കയിൽ വെച്ചിട്ടാണോ? അമേരിക്കയിൽ വെച്ചിട്ടാണ് ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനമാണ് ഓപ്ഷൻ വായിക്കാം, മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. ആൻസർ ഇവയെല്ലാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതൊക്കെയാണ്? മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ കേട്ടോ. ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയാണ്. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ 10+2+3+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് കമ്മീഷനാണ്? ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ. ഓപ്ഷൻ വായിക്കാം, ഡോക്ടർ S. രാധാകൃഷ്ണൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ഖാദർ കമ്മീഷൻ. ആൻസർ ഏതാ വരുന്നത്? കോത്താരി കമ്മീഷൻ ശുപാർശ ചെയ്തതാണ്. കോത്താരി കമ്മീഷനാണ് ആൻസർ വരുന്നത്. ഇന്ത്യയിൽ 10+2+3+ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് സെക്ഷൻ ചെയ്യാം. താങ്ക് യു.